ഒരു വശത്ത് എയർപോർട്ടിൽ തീപിടുത്തം, ഒരു വശത്ത് സീപോർട്ടിൽ തീപിടുത്തം, മറ്റൊരു വശത്ത് വെള്ളപ്പൊക്കം, ഒരു വശത്ത് വരൾച്ച, ഭീതി, ATM-ന്റെയും മറ്റും കൗണ്ടറുകളുടെയൊക്കെ മുന്നിൽ നീണ്ട ക്യൂ. പാകിസ്ഥാൻ ആകെ പെട്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ്. കൃത്യം വ്യക്തവുമായ മറുപടി ഇന്ത്യ നൽകിയിട്ടുണ്ട്. അത് ചിലർക്ക് മനസ്സിലാകുന്നില്ല എന്നുള്ളതല്ലേ? ഒരിക്കലും മനസ്സിലാവാത്ത ചിലരുണ്ട്, അല്ലെങ്കിൽ മനസ്സിലായിട്ട് മനസ്സിലായില്ല എന്ന് ധരിക്കുന്നവരുണ്ട്. ആ ഗണത്തിൽപ്പെട്ടവരാണത്. ഇപ്പോൾ പാകിസ്ഥാനെ സംബന്ധിച്ച്, അതിൻ്റെ ഭരണാധികാരികളെ സംബന്ധിച്ച്, പട്ടാള ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ച്, ഇന്നത്തെ പ്രധാനമന്ത്രിയും പ്രസിഡന്റും അടക്കമുള്ളവരെ സംബന്ധിച്ച് സാധാരണ പാകിസ്ഥാനികൾക്ക് ഉണ്ടാകുന്ന പ്രശ്നം അവരുടെ വിഷയമല്ല. നമ്മൾ സാധാരണ ഇസ്ലാമിക തീവ്രവാദികളെക്കുറിച്ചൊരു കാര്യം പറയാറുണ്ട്. സാധാരണ അവരെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവരാദ്യമായിട്ട് ക്രിസ്ത്യാനിക്കെതിരായിരിക്കും, പിന്നെ ജൂതന്മാർക്കെതിരായിരിക്കും. ക്രിസ്ത്യാനി ജൂതനിലെ ഹിന്ദുക്കൾക്കെതിരായിട്ടെതിരായിരിക്കും. ഹിന്ദു ക്രിസ്ത്യാനി ജൂതനെതിരായിട്ടല്ലെങ്കിൽ സുന്നികൾ ഷിയക്കെതിരായിരിക്കും. ഈ ഷിയകളിൽ നിന്ന് അവർ അഹമ്മദിയരെ കൊല്ലും, ഇതുമില്ലെങ്കിൽ അവർ വേറൊരു വിഭാഗത്തെ കൊല്ലും, അല്ലെങ്കിൽ അവർ പരസ്പരം അടിക്കും. ഈ സ്വഭാവമാണ് പാകിസ്ഥാനെ സംബന്ധിച്ചുള്ളത്. പാകിസ്ഥാൻ്റെ സാധാരണ ആളുകളുടെ ദുര്യോഗങ്ങളോ കഷ്ടപ്പാടുകളോ പാകിസ്ഥാൻ ഭരണകൂടത്തിന് പ്രശ്നമേ ഇല്ല. അത് ഇന്ന് മാത്രമല്ലല്ലോ. 1971 യുദ്ധത്തിൻ്റെ പശ്ചാത്തലം എന്തായിരുന്നു? അന്ന് സുൽഫിക്കർ അലി ഭൂട്ടയായിരുന്നു അന്നത്തെ അവിടെ ഈ പറയുന്ന അവശിഷ്ട പാകിസ്ഥാൻ്റെ അന്നത്തെ പ്രധാനമന്ത്രി. ടിയാൻ സത്യത്തിൽ അവിടെ തെരഞ്ഞെടുപ്പിൽ തോറ്റാളാണ്. അവിടെ ജയിച്ചത് ഷെയ്ഖ് മുഹമ്മദ് റഹ്മാനാണ് ജയിച്ചത്. ആ റഹ്മാൻ ആദ്യം ഇവിടുന്ന് ഇദ്ദേഹത്തിന് നമ്മുടെ ഹസീനയുടെ അച്ഛൻ, അദ്ദേഹം ബംഗ്ലാദേശിന്റെ അന്നത്തെ അദ്ദേഹമാണ് ജയിച്ചത്. അദ്ദേഹം ജയിച്ച അദ്ദേഹത്തിന് ഭരണം കൊടുക്കാൻ തയ്യാറില്ലാതെ കണ്ട് പട്ടാളക്കാരും സുൽഫിക്കർ അലി ഭൂട്ടോയും ചേർന്നുകൊണ്ട് ഈ പറയുന്ന ഷെയ്ഖ് മുഹമ്മദ് റഹ്മാനെ അവിടുന്ന് തുരത്തി ഓടിക്കാൻ പരിശ്രമമാണ് നടത്തിയത്. ഈ രാജ്യം പിളർന്നാൽ അവർക്ക് പ്രശ്നമല്ല, അത് ബംഗ്ലാദേശ് വേറിട്ട് പോയാൽ അവർക്ക് പ്രശ്നമല്ല. എന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലും തനിക്ക് അധികാരത്തിലെത്തണമെന്ന് വിശ്വസിക്കുന്ന വലിയൊരു ഇസ്ലാമിക തീവ്രവാദികൾ പാകിസ്ഥാനിലുണ്ട്. അവരാണ് ഭരണം നടത്തുന്നത്. അവരുടെ ആവശ്യം ഇന്നും ഇന്ത്യക്കെതിരായിട്ട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നതിലാണ്. അതുകൊണ്ടാണല്ലോ അവർ കുറച്ച് ആളുകൾ മാത്രം വെച്ചുകൊണ്ട് അവിടെ പാകിസ്ഥാനിലേക്ക് ഇന്ന് ഇന്ത്യയിലെ കാശ്മീരിലേക്ക് അവർ ആക്രമണത്തിനെല്ലാം സഹായം ചെയ്തു കൊടുത്തത്. എന്നിട്ട് എന്താ ഉണ്ടായത്? 26 പേര് ഭാരതീയർ മരിച്ചു. പക്ഷേ ഭാരതത്തിന്റെ സർക്കാർ ഇത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ സർക്കാരല്ല, അല്ലെങ്കിൽ ഇത് മൻമോഹൻ സിംഗിന്റെ സർക്കാരല്ല, നരസിംഹറാവുവിന്റെ സർക്കാരല്ല. ഇത് ശക്തമായിട്ട് സർക്കാരാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ നേരാമണ്ണുള്ള തിരിച്ചടി കൊടുക്കുന്നുള്ള ബോധ്യം ഇവർക്കുണ്ടല്ലോ. ഇവർക്കറിയാമല്ലോ ഇതിന്റെ കഷ്ടപ്പെടുന്ന ആരായിരിക്കും. ഈ പറയുന്ന സമ്പന്ന വിഭാഗത്തിൽപ്പെട്ട വരേണ്യ വിഭാഗത്തിൽപ്പെട്ട ഇസ്ലാമിക തീവ്രവാദികൾക്ക് ഇതിനകത്ത് പ്രശ്നം ഉണ്ടാവില്ല. കാരണം അവരുടെ വീട്ടിൽ കുടിവെള്ളം മുട്ടില്ല, അവർക്ക് ആഹാരത്തിന് പ്രശ്നം ഉണ്ടാവില്ല. പക്ഷേ സാധാരണക്കാരായിരിക്കുന്ന പാകിസ്ഥാനികൾ, അതുകൊണ്ടാണ് പാകിസ്ഥാനിൽ ഒരു സമയത്ത് പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് നരേന്ദ്രമോദിയുടെ നേതൃത്വം വേണമെന്ന് ബലൂചിസ്ഥാനിലെ സാധാരണ മുസ്ലിങ്ങൾ ആവശ്യപ്പെടാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പാകിസ്ഥാൻ ഭരിക്കുന്ന ഭരണാധികാരികൾക്ക് ആ നാടിനോട് കൂറില്ല, ആ നാട്ടുകാരോട് കൂറില്ല. അതുകൊണ്ടാണ് അവർ ഇത്തരം അക്രമങ്ങൾ സംഘടിപ്പിക്കുന്നത്. അവർ ഇന്ത്യയെ വെറുതെ കയറിയിട്ട് ആക്രമിക്കുകയാണ്. ആക്രമണത്തിന് എന്ത് ശക്തമായുള്ള മറുപടി തിരിച്ചടി മേടിക്കുകയാണ്. ഇപ്പൊ ഇന്ത്യ സിന്ധു നദീജല കരാർ തൽക്കാലത്തേക്ക് മരവിപ്പിക്കുകയാണ്. 3 നദികളുടെ വെള്ളമാണ് അവിടെ ഉള്ളത്. ബാക്കി എല്ലാ നദികളുടെ വെള്ളം ഇവിടുന്ന് പോകുന്നതാണ്. അവസാനം നദീജല കരാർ മരവിപ്പിച്ചതിൻ്റെ ഭാഗമായിട്ട് ആദ്യം വെള്ളം കൊടുക്കാതിരിക്കുകയും അങ്ങനെ കൊടുക്കുന്ന വെള്ളം തന്നെ അർദ്ധരാത്രി 12 മണി കഴിഞ്ഞ സമയത്തേക്ക് അവിടേക്ക് മുഴുവൻ തുറന്നു വിട്ട സമയത്ത് എനിക്ക് ഏകദേശം ഓർമ്മ വരും, നമ്മൾ 2018 കമ്മ്യൂണിസ്റ്റുകൾ മണിയാശാന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ ചെയ്ത് ഏർപ്പെടാം. എനിക്ക് തോന്നുന്നു മണിയാശാൻ ആയിരിക്കുന്ന ഒരുപക്ഷം കേന്ദ്ര സർക്കാരിന് പോലും ഇക്കാര്യത്തിൽ ഏറ്റവും വലിയ സ്പിരിറ്റ് മണിയാശാനായിരിക്കണം. കാരണം മണിയാശാൻ അന്ന് 2018 ചെയ്തത് വെള്ളപ്പൊക്കത്തിന്റെ വേലിയേറ്റം വന്ന സമയത്ത് പ്രധാനപ്പെട്ട 44 ഡാമുകളിലെ വെള്ളം ഒരേപോലെയാണ് തുറന്നു വിട്ടത്. അങ്ങനെ കേരളം മുഴുവൻ വെള്ളത്തിലായി പോയി. അത് ഈ കമ്മ്യൂണിസ്റ്റുകാര് കേരളീയരോട്, കേരളത്തിൽ വോട്ട് ചെയ്യുന്ന ജനങ്ങളോട് ആണ് ഈ അന്യായം പ്രവർത്തിച്ചെങ്കിൽ ഇന്ത്യ ഗവൺമെന്റ് ചെയ്തത് അർദ്ധരാത്രിയോട് അടുക്കുന്ന സമയത്ത് അവര് ഡാം തുറന്നു വിട്ട സമയത്ത് അതിൻ്റെ ദുരിതം പേറിയത് അവിടെ അവരുടെ POKയിൽ താമസിക്കുന്ന ആളുകളാണ്. ഇതിൽ മാത്രമല്ല സംഭവിക്കുക. ഇപ്പൊ ചില സ്ഥലത്ത് തീ പിടിക്കുന്നു, ചില സ്ഥലത്ത് അവിടെ ഈ ഫ്ലൈറ്റുകൾ പോലും പൊന്താൻ സാധ്യമല്ലാത്ത രീതിയിൽ സംഭവിക്കുന്നു. ജനങ്ങൾ വെള്ളപ്പൊക്കം കൊണ്ട് പൊറുതിമുട്ടുന്നു ഒരു ഭാഗത്ത്. വേറെ ഭാഗത്ത് ജനങ്ങൾക്ക് കുടിവെള്ളം പോലും കിട്ടാനില്ല. അവർക്കൊരു തുള്ളി വെള്ളം കുടിക്കാൻ കിട്ടുന്നില്ല. അവർ കൃഷിയിടം മുഴുവൻ വറ്റി വരണ്ട് കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ പാകിസ്ഥാനെ സംബന്ധിച്ച് ഏറ്റവും ദയനീയമായിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പാകിസ്ഥാനെ തള്ളിവിട്ടത് പാകിസ്ഥാന്റെ ഭരണകൂടമാണ്.
ഇന്നത് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. അവിടുത്തെ വിദേശകാര്യ വകുപ്പ് മന്ത്രിയാണ്, ആ നാടിൻ്റെ രാജ്യരക്ഷാ വകുപ്പ് മന്ത്രിയാണ്, അതിൻ്റെ പ്രധാനമന്ത്രിയാണ്, പ്രസിഡന്റാണ്, അവിടുത്തെ സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ആണ്. ഈ പറയുന്ന ആൾക്ക് ഇക്കാര്യത്തിൽ പങ്കുണ്ട്. ഇവർക്കാർക്കും ജനക്ഷേമം ഇവരുടെ വിഷയമല്ല. ഇവരുടെ ആകെയുള്ള വിഷയം ഇവരുടെ ക്ഷേമം മാത്രമാണ് ഇവർക്ക് വിഷയം. അതിനു വേണ്ടിയിട്ടാണ് ഇവർ ബിൻ ലാദനെ പിന്താങ്ങും. ഇവർക്ക് ബിൻ ലാദനെ പിന്താങ്ങി ഇവർക്ക് എന്താ പ്രശ്നമുള്ളത്? ഇവർ താലിബാനെ പിന്താങ്ങും ചില സമയത്ത്. അത് എന്തൊരു വസന്തം എന്നൊക്കെ ഇവർ പറയുമല്ലോ. അങ്ങനെ ആ തരത്തിൽ പറഞ്ഞ് തീവ്രവാദികളായിരിക്കുന്ന മുഴുവൻ ആളുകളുടെയും ഒളിത്താവളമായിട്ട് പാകിസ്ഥാനെ മാറ്റിക്കൊണ്ട് ഭാരതത്തിനെതിരായിട്ട് സമരം ചെയ്യിച്ചുകൊണ്ട് ഭാരതത്തിനെ പ്രകോപിപ്പിക്കാനാണ് ഒരു ലക്ഷ്യം. അങ്ങനെ പ്രകോപിപ്പിക്കുന്ന സമയത്ത് പഴയ കാലത്താണെങ്കിൽ പ്രകോപനം തിരിഞ്ഞു കിടന്നുറങ്ങുന്ന സ്വഭാവമാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിമാർക്കുണ്ടായിരുന്നത്. അവർ ഈ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കില്ല. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അടക്കമുള്ള ആളുകൾ. ഇന്നിപ്പോൾ സ്ഥിതി മാറി. ഇന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി അവിടെ സൗദി അറേബ്യയിൽ യാത്ര വെട്ടിച്ചുരുക്കി ഇന്ത്യയിലേക്ക് മടങ്ങി വരികയാണ് ഉണ്ടായത്. അതേപോലെ സംഭവം നടന്നിട്ട് 2 മണിക്കൂറകം ഭാരതത്തിന്റെ ഹോം മിനിസ്റ്റർ അവിടെ കാശ്മീരിലേക്ക് പറന്നു ചെല്ലുകയാണ് ഉണ്ടായത്. ആ സംഭവ സ്ഥലത്ത് പോകുന്നു, ആ വിഷയം പഠിക്കുന്നു, എന്നിട്ട് പറയുന്നു ഞങ്ങൾ ശക്തമായിട്ട് ഞങ്ങൾ തിരിച്ചടി കൊടുക്കും. ഇന്ന് പറയാൻ ചങ്കൂറ്റമുണ്ട് ഇന്ന് ഇന്ത്യയിൽ ഭരണാധികാരികളെ സംബന്ധിച്ചുണ്ട്. ഈ ചങ്കൂറ്റം പഴയ കാലത്ത് നമുക്കുണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് ആ പഴയ കാലത്തെ കണക്കുകളൊക്കെ വെച്ചുകൊണ്ട് ഞാൻ ചെറിയ ഉദാഹരണം പറഞ്ഞാൽ 1947 ഇന്ത്യ വിഭജനത്തിന്റെ കാലഘട്ടത്തില് പാകിസ്ഥാൻ ഭാരതത്തെ ആക്രമിച്ചിട്ട് അന്നാണ് അവർ POK പിടിച്ചെടുത്തത്. അവർ പിടിച്ചെടുത്തു. ആ പിടിച്ചെടുത്ത ഭൂമി അവർ വിട്ടു തന്നില്ല. കാരണം നമ്മളുടെ നല്ല വിവരമുള്ള മഹാവിശ്വപൗരനായിരിക്കുന്ന പ്രധാനമന്ത്രി ആ സംഭവം ഇന്ത്യയിലുള്ള പ്രതിപക്ഷ പാർട്ടികളോട് പോലും ആലോചിക്കാതെ കണ്ട് ആ സംഭവം UN അവതരിപ്പിക്കുകയാണ്. UN പറഞ്ഞ ഒരു സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യാൻ പറഞ്ഞു. എന്താ സ്റ്റാറ്റസ് കോ എന്ന് പറഞ്ഞാൽ എന്താ? അവിടെ POK പാകിസ്ഥാന്റെ കയ്യിലിരിക്കട്ടെ, ബാക്കിയുള്ള ഭാഗം ഇന്ത്യയുടെ കയ്യിലിരിക്കട്ടെ എന്ന് പറയുന്ന സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുത്തത് ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആണ്. അതുകൊണ്ട് സാധാരണ ഉത്തര ഭാരതത്തിൽ ചോദ്യമുണ്ട്, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആൻഡ് സർദാർ പട്ടേൽ? ആ ചോദ്യത്തിന് ഉത്തരം പറയുന്നത് ഒരു വിഖ്യാത എഴുത്തുകാരൻ പറഞ്ഞിട്ടുള്ള മറുപടിയാണ്. അദ്ദേഹം പറഞ്ഞ മറുപടി ദാറ്റ് ഈസ് കാശ്മീർ ആൻഡ് ഹൈദരാബാദ് എന്ന് വെച്ചാൽ ഹൈദരാബാദിൽ നൈസാം ഇന്ത്യയിൽ ലയിക്കാൻ പ്രശ്നമാണെന്ന് പറഞ്ഞ സമയത്ത് സർദാർ പട്ടേൽ ഉടനെ തന്നെ നൈസാമിന്റെ വീട്ടിലേക്ക് വിളിക്കുകയാണ്. ഞാൻ നാളെ കാലത്ത് 9 മണിക്ക് അവിടെ ഞാൻ ഫ്ലൈറ്റിലവിടെ എത്തുകയാണ്, എന്നെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് എയർപോർട്ടിൽ താങ്കൾ ഉണ്ടാവണമെന്ന് ആവശ്യപ്പെടുകയാണ്. വളരെ വാലും ചുരുട്ടിക്കൊണ്ട് നൈസാം അവിടെ എയർപോർട്ടിൽ കാത്തു നിൽക്കുകയാണ്. മറിച്ച് ജമ്മു കാശ്മീരിന്റെ പ്രശ്നം പരിഹരിക്കാൻ ചുമതലപ്പെടുത്തുന്നത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെയാണ്. ആ മനുഷ്യൻ എങ്ങനെ മാന്തി അത് പുണ്ണാക്കിയത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവാണ്. ഈ POK സ്ഥാപിക്കാനുള്ള പാകിസ്ഥാനിൽ ഒത്താശ ചെയ്തു കൊടുത്തത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവാണ്. പാകിസ്ഥാൻ ഇത്രയും കരുത്തുറ്റ രാജ്യമാക്കി മാറ്റിയത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവാണ്. ജമ്മു കാശ്മീരിലെ മുഴുവൻ പ്രശ്നത്തിന്റെയും കാരണക്കാരൻ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവാണ്. ആർട്ടിക്കിൾ 370 കൊണ്ടുവന്നത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവാണ്. ഈ തരം നീച പ്രവർത്തനങ്ങളൊക്കെ ചെയ്തിട്ടുള്ള കോൺഗ്രസ്സുകാരന്റെ ഭരണമാണ് ഇപ്പോഴും നടക്കുന്നതെന്ന് ഒരു പറ്റം പാകിസ്ഥാനികൾ ധരിച്ചിട്ടുണ്ടാവും. പക്ഷെ അങ്ങനെയല്ല സംഭവിക്കുക. ഇതിപ്പോ ഇന്ത്യ വേറെയാണ്, ഇത് ഭാരതമാണെന്നിപ്പോ. ഇവിടെ ഭരിക്കുന്ന നരേന്ദ്രമോദിയാണ്, ഹോം മിനിസ്റ്റർ അമിത്ഷായാണ്, രാജ്നാഥ് സിംഗാണ് ഇവിടുത്തെ പ്രതിരോധ വകുപ്പ് മന്ത്രി. ഇവിടുത്തെ ഏറ്റവും വലിയ ദേശീയ പ്രസ്ഥാനം ഇവിടെയുണ്ട്. ഈ പ്രസ്ഥാനം രാജ്യസ്നേഹത്തിന്റെ പ്രസ്ഥാനമാണ്. അവിടെ ആ തരം പ്രസ്ഥാനങ്ങൾ അതിശക്തമായ രീതിയിൽ പ്രതികരിക്കും. അങ്ങനെ പ്രതികരിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ താങ്ങാനുള്ള കരുത്തൊന്നും പാകിസ്ഥാൻ ഉണ്ടാവില്ല. ചില ആളുകൾ നേരത്തെ ഇടയ്ക്ക് പറയാറുണ്ട്, പാകിസ്ഥാന്റെ കയ്യിൽ അണുബോംബുണ്ട്, അണുബോംബ് അങ്ങനെ ഇട്ടാലോ എന്ന്. ഒരു അണുബോംബും പാകിസ്ഥാൻ ഇട്ടില്ലപ്പ. അണുബോംബ് ഇടണമെന്നുണ്ടെങ്കിൽ ആ സ്വിച്ചിൽ കൈയമർത്താൻ ശക്തി കിട്ടണ്ടേ? ആ കൈ അവിടെ ഉണ്ടാവില്ലല്ലോ. എത്ര ശക്തനായിട്ടുള്ള പാകിസ്ഥാനിയുടെ കയ്യിലും ആ വിരൽ തുമ്പിനകത്ത് അണുബോംബിന്റെ ബട്ടണുകൾ അമർത്തുവാനുള്ള ഒരു കരുത്ത പാകിസ്ഥാൻകാരനുണ്ടാവില്ല. കാരണം അതിനെ അത് ശക്തമായിട്ട് നേരിടാനായിട്ട് ഇന്ത്യക്ക് സാധിക്കും. അങ്ങനെ ഇന്ത്യയെ നേരിടുന്ന സമയത്താണ് ആദ്യം വെള്ളം കൂടി മുട്ടിക്കും, അത് കഴിഞ്ഞ് വെള്ളം ഒഴുക്കി വിട്ടുകൊണ്ട് ആളുകളെ കടലിനകത്തേക്ക് ആക്കും. അത് കഴിഞ്ഞാൽ വേണ്ടി വന്നാൽ അവിടുത്തെ ആഹാര സാധനങ്ങൾ മുടക്കും, അവിടുത്തെ കൃഷി സാധനങ്ങൾ മുഴുവൻ മുടക്കും. പാകിസ്ഥാൻ ആദ്യം ചെയ്യേണ്ടത് തീവ്രവാദത്തിനോട് സുല്ലു പറയാണ് ആവശ്യം. തീവ്രവാദത്തെ ഒരു കാരണവശാൽ അംഗീകരിക്കില്ലെന്ന് പാകിസ്ഥാൻ അന്തസ്സോട് പറയാൻ വേണ്ടി തയ്യാറാവണം. പാകിസ്ഥാനിലെ ഭരണാധികാരികൾ അതിന് തയ്യാറാവണം. അങ്ങനെ തയ്യാറായിട്ടില്ലെന്നുണ്ടെങ്കിൽ ഏത് തരത്തിലാണോ ഹമാസിന് ഇസ്രായേൽ മറുപടി കൊടുത്തത് അതിനേക്കാൾ 10 മടങ്ങ് ശക്തിയോടുകൂടി കൊണ്ട് മറുപടി കൊടുക്കാൻ ഇന്ത്യക്ക് സാധിക്കും. ഇന്ത്യക്ക് അതിന് കരുത്തുണ്ടപ്പാ. ഏത് രാജ്യത്തെ നേരിടുവാനുള്ള കരുത്ത് ഇന്ത്യക്കുണ്ട്, ആത്മവിശ്വാസമുണ്ട്, വലിയൊരു കരുത്തുറ്റ ജനത ഇന്ത്യയുടെ കൂടെയുണ്ട്. അതുകൊണ്ട് നിർഭയരായിരിക്കുന്ന ജനതയ്ക്ക് ഈ കാര്യത്തിൽ ശക്തമായ തീരുമാനം എടുക്കാൻ വേണ്ടി സാധിക്കും. ഭരണാധികാരികളും അത്തരത്തിൽ തന്നെയാണ്. അതുകൊണ്ട് പാകിസ്ഥാനിൽ
ഇത്തരം ദുരന്തങ്ങൾ ഇനിയുള്ള ദിവസങ്ങൾ അവരെ സംബന്ധിച്ച് പാകിസ്ഥാൻ ജനത നിത്യേന എന്നോണം ദുരന്തങ്ങൾ അനുഭവിക്കേണ്ട സാഹചര്യത്തിലേക്ക് അവർ തള്ളിവിടുന്നത് അവരുടെ ഭരണാധികാരികളാണെന്നുള്ളതാണ് എനിക്കിതിനെക്കുറിച്ച് പറയാനുള്ളത്.